ഫ്രണ്ട്സ്, ഞാൻ രാവിലെ കുറച്ച് പണിയിലായിരുന്നു. വേറൊന്നുമല്ല, അമ്മ രാവിലെ പോയി. ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, ടെസയും ബെല്ലയും, ടെസയുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തത്ത കുഞ്ഞുങ്ങൾ, ഇത്രയും പേരുണ്ട്. ഇപ്പോൾ രാവിലെ അവർക്കുള്ള ഫുഡിനുള്ള പരിപാടിയായിരുന്നു. രാവിലെ ടെസയ്ക്കും ബെല്ലയ്ക്കും രാവിലെ മുട്ട കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് 25 ദിവസം പ്രായമായതേ ഉള്ളൂ. ഇന്ന് 26 ദിവസം. ഇന്നലെ വൈകിട്ട് തൊട്ടാണ് അവർക്ക് സെർലാക്ക് കൊടുത്തു തുടങ്ങിയത്. ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ട് മേടിച്ച് അവരുടെ സെർലാക്ക് മേടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് അവർക്ക് കൊടുക്കുന്ന സെർലാക്കാണ്. ഇതിലാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. അയ്യോ, 4 പേരുണ്ട്. എന്തിനാ ടോമി കുറയ്ക്കണേ? ഇവൻ ഭയങ്കര വഴക്കാളി കേട്ടോ. ഇവൻ കാണുന്ന കണക്കൊന്നുമല്ല. ഇവൻ കാണുന്ന കണക്കൊന്നുമല്ല, ഭയങ്കര വഴക്കാളിയാ. ഇഷ്ടപ്പെട്ട് മതി. എൻ്റെ മൈക്ക് കടിക്കരുത്, ഇടിക്കും ഞാൻ. നീ സ്നേഹിക്കാൻ വേണ്ടി ഇല്ല ബെല്ലേ കുഞ്ഞുങ്ങൾ. നീ സ്നേഹിക്കാൻ വേണ്ടി ഇല്ല. അയ്യോ, ഇത് കണ്ടോ, ഇവിടെ ബഹളമാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ രാവിലത്തെ വിഷമമൊക്കെ ഇവരുടെ കൂടെ കളിക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. പിന്നെ ഇവരുടെ മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനി കൊടുക്കണം ബെല്ലയ്ക്കും ടെസയ്ക്കും. ഇല്ല ബെല്ലയ്ക്കും ടെസയ്ക്കും അത് കൊടുക്കണം. ബെല്ലാരെ ഇത് കണ്ടോ, ഇവള് തികഞ്ഞ സാധനം. എന്നെ കടിച്ചാൽ അഞ്ച് തിരിച്ചടിക്കും. ഇവിടെ ഇല്ലേ, അവിടെ ഇല്ലേ, അത് കളിക്കുക. എൻ്റെ അടുത്ത് കളിക്കുക. കളിച്ച് കടിക്കുക എന്നെ. ഇവളുടെ ഇയർ ഒന്ന് എനിക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ട്. ഇത് കണ്ടോ, അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോവുക. അവരുടെ അടുത്ത് വഴക്കുണ്ടാടി കടിയടി എന്നാ കടിക്കണ്ടേ? അച്ചോടാ എൻ്റെ ടേസമോട് ഉണ്ടോ? ഇവരൊക്കെ ഉണ്ടായതുണ്ട്. സമയം പോകുന്നേ അറിയില്ല. ആക്ച്വലി എനിക്ക് രാവിലത്തെ ഈ ഒരു മെനക്കേടെ എനിക്കുള്ളൂ. വൈകിട്ട് പിന്നെ കരാട്ടെ ക്ലാസ് ഉണ്ട്. എനിക്ക് അമ്മക്ക് ആഴ്ചയിൽ 7 ദിവസവും ക്ലാസ് ഉണ്ട്. വൈകിട്ട് ഈവനിങ് എല്ലാ ദിവസവും ക്ലാസ് ഉള്ളത് കൊണ്ട് ആ ടൈം എനിക്ക് വിഷയമില്ല. ഞാൻ അങ്ങനെ അങ്ങ് പോവും. പിന്നെ ഇതെനിക്കൊരു വിഷയമേ അല്ല. ഞാൻ ഇവരെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട്, ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് ഞാനിത്. ഇവരെ നോക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിയാണ്. അതുകൊണ്ട് എനിക്കതിലൊരു മടുപ്പ് തോന്നാറില്ല. ഇനി ഇവരുടെ എണ്ണം കൂട്ടണമെന്നും പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രീഡ് കാനക്കോസാണ്. അതെന്തായാലും ഇപ്പോഴേ സ്വന്തമാക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഒരിക്കൽ സ്വന്തമാക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബെൽജിയം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജർമ്മൻ ഷിപ്പേഡ്, ഹസ്കി, അമേരിക്കൻ ബുള്ളി, മസ്തിഫ്, ഗ്രേറ്റ് ഡൈൻ, ഡോഗോ അർജൻറ്റീന, ഇതെല്ലാം എടുക്കണമെന്ന് പ്ലാനിങ് ഉണ്ട്. എനിക്ക് ട്രെയിനിങ്ങിൽ, എനിക്ക് ഗാർഡിങ് പർപ്പസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡോഗ് ബ്രീഡ് എന്ന് വെച്ചാൽ ബെൽജിയമാണ്. ഞാൻ ബെൽജിയം എടുക്കുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗിനെ എടുക്കും. അത് എടുക്കുന്നെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും കോട്ടയം സാജൻ ചേട്ടൻ്റെ തന്നെ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് സാജൻ ചേട്ടനെ വിളിച്ച് ഇങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് എടുക്കാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിന്നപ്പോൾ ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നിട്ട് ഫിനാൻഷ്യലി ഡൗൺ ആയിപ്പോയപ്പം അത് എടുക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഉടനെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ബെൽജിയത്തിനെ ഞാൻ കോട്ടയം സാജൻ ചേട്ടൻ്റെ നിന്ന് എടുക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള ഗാർഡിങ് പർപ്പസിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രീഡ് ബെൽജിയമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രീഡ് എനിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാനക്കോസാണ്. കരിമ്പുലി, അത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജർമ്മൻ ഷിപ്പേഡ്, ഹസ്കി, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജർമ്മൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, മരിച്ചു പോയതാണ്. പിന്നെ കോവിഡ് സമയത്ത് എനിക്ക് ഒത്തിരി പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവരെല്ലാം കൊടുത്തതാണ്. ഇതൊക്കെയായിരുന്നു ആ സമയത്തെ പരിപാടി. അതുകൊണ്ട് എനിക്ക് കുഞ്ഞിലേ മുതലേ നമ്മുടെ വീട്ടിൽ ഇവരുണ്ട്, മിണ്ടാപ്രാണികൾ ഉള്ളത് കൊണ്ട് എനിക്കൊരു ഇഷ്ടക്കേടും തോന്നിയിട്ടില്ല. ഇവരെ നോക്കുന്നതിനാണേലും എടുക്കുന്നതിനാണേലും എനിക്കൊരു ഇഷ്ടക്കേടും തോന്നിയിട്ടില്ല. സന്തോഷത്തോടെ ചെയ്യും ഞാൻ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എൻ്റെ പരിപാടി രാവിലെ എണീക്കുക, ഇവർക്കുള്ളത് കൊടുത്തിട്ടേ ഞാൻ എനിക്കുള്ള ആഹാരം വയ്ക്കും. ഞാൻ ഇപ്പോഴും ഇവർക്കുള്ള മുട്ടയും സെർലാക്കിനുള്ള ഇതെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്.
സെർലാക്കിനുള്ള വെള്ളം ചൂടാക്കി അതിന് കലക്കണം, എന്നിട്ട് അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവർക്കുള്ള ഉച്ചക്കലത്തേക്കുള്ള ചെറിയ ലൈറ്റായിട്ട് ഉച്ചക്കലത്തേക്കുള്ള ഫുഡിന് അത് എടുത്ത് വെളിയിൽ വെച്ച് ഫ്രീസറിൽ ഇരിക്കുകയാണ്, അത് വെളിയിൽ വെച്ച് സെറ്റാക്കിയിട്ട് ഉച്ചക്കലത്തേക്കുള്ള ആക്കണം, വൈകിട്ടത്തേക്കുള്ള ആക്കണം. ഉച്ചക്കലത്തേക്കുള്ള അവർക്കൂടെ ലെവൽ ചെയ്തിട്ടേ ഞാൻ കഴിക്കൂ. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ സാധാരണ ഇങ്ങനെയല്ല, അമ്മയുള്ളപ്പോൾ ഞാൻ രാവിലെ പ്രാക്ടീസും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ഞാൻ പിന്നെ കുളിച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഒറ്റയ്ക്കുള്ളപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഇവരുടെ കാര്യം നോക്കിയതിന് ശേഷം ഞാൻ എൻ്റെ കാര്യം നോക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും മുട്ടയൊക്കെ സെറ്റാണ്. ഇനിയിപ്പം അവർക്കുള്ള കാര്യങ്ങൾ കൊടുക്കണം. അവർക്കുള്ള ബിസ്ക്കറ്റും മറ്റ് സാധനങ്ങളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, സെർലാക്കും എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊന്ന് ലെവൽ ചെയ്ത് നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. ഓക്കെ, ഞാൻ മുട്ട കൊടുത്ത ആളത് കഴിച്ചുകൊണ്ടിരിക്കുക ടെസ. ഇനി അടുത്ത ആൾ ഉള്ളത് ഞാൻ തൻ്റെ എടുത്ത് വെച്ചേക്കാം, ഇതിനി പൊട്ടിച്ച് സെറ്റാക്കി കൊടുക്കണം അവർക്ക്. അടുത്ത ആൾക്കുള്ള മുട്ട ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ അങ്ങ് പുഴുങ്ങിയില്ല, ഇച്ചിരി കൂടെ പുഴുങ്ങാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഇതായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഞാനിങ്ങനെ ഇപ്പം തൽക്കാലം ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി ബെല്ലയ്ക്കുള്ളതാണ്, ബെല്ലയ്ക്കുള്ളത് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം അവൾക്ക് ഫുഡ് കൊടുക്കുന്ന. ടെസേ നിനക്ക് തന്നതാ, ഇനി വാ ദാണ്ടേ ഇവിടെ അടി കള്ളി ദാണ്ടേ, ബാ. ഞാനിങ്ങനെയാണ് ഇവക്ക് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവളെ ട്രെയിൻ ചെയ്യിക്കാറുണ്ട്. കാരണം ഈ ബ്രീഡ് പെട്ടെന്ന് എന്താ പറയണ്ടേ, അഗ്രഷൻ ആവുന്ന ഒരു ടൈപ്പാണല്ലോ. അതുകൊണ്ട് നമ്മൾ പല വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, ഇവർ ഈ കടിക്കാൻ പോകുന്ന, നമ്മൾ ഈ ഫുഡ് ടെസമോളെ മാറിയില്ലേ, ഫുഡ് കൊടുത്തിട്ട് പാത്രം എടുക്കാൻ പോകുമ്പോൾ കടിക്കാൻ പോവുക, അങ്ങനെയുള്ള പരിപാടി ഒക്കെ ഇവർ പെട്ടെന്ന് കാണിക്കും ഇച്ചിരി ആകുമ്പോഴേ. അന്നേരം കുഞ്ഞിലെ ഇങ്ങനെ അല്ല ഞാൻ കൊടുക്കുന്നത്, ഇങ്ങനെയും കൊടുക്കും. രാവിലത്തെ ഞാൻ ഇങ്ങനെ കൊടുക്കും, കാരണം നമ്മൾ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഒരിക്കൽ കടി മേടിക്കേണ്ടി വരരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഫുഡ് കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഉച്ചക്കലത്തെ വൈകിട്ടത്തേക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ പാത്രം ഞാൻ ഫുഡ് എടുക്കാൻ പറയുമ്പോഴേ ഇവരെടുക്കാവൂ അത് നോക്കും. പിന്നെ തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്ലേറ്റ് എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ഇവരിപ്പോഴേ അത് ട്രെയിൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഞാനൊരു ട്രെയിനറല്ല, പക്ഷേ എന്നാലും എനിക്കറിയാവുന്ന വീഡിയോസ് കണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യിക്കാറുണ്ട്. ഒരിക്കലും ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഫുഡ് ഇങ്ങനെ താത്ത് വെച്ച് കൊടുക്കരുതെന്ന് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇവള് അത്യാവശ്യം കുഞ്ഞാണ്. ഇവള് വാലന്റൈൻസ് ഡേക്കുള്ള മുതലാണ്, അതാണ് അതിലും വലിയ കോമഡി. വാലന്റൈൻസ് ഡേക്കുള്ള കുഞ്ഞാണിത്. എൻ്റെ വാലന്റിയറാ. എന്നാ കഴിഞ്ഞു, മതി ഓക്കെ മതി. ഇവളുടെ ഇയർ എനിക്കൊന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്, അതിന് കൊല്ലത്ത് കൊണ്ടുപോകണം. ഇല്ല കഴിഞ്ഞു മറ കഴിഞ്ഞു. ഇനി ബിസ്ക്കറ്റ് തരാം, വെയിറ്റ്. ഇയർ എനിക്ക് അയ്യോ മുട്ട എന്നിട്ട് എൻ്റെ താടിയിൽ നാക്കി. ഈ ഇയർ എനിക്കൊന്ന് സെറ്റ് ചെയ്യണം, അതിന് കൊല്ലത്ത് കൊണ്ടുപോകണം ഇവളെ ഒന്ന്. എന്തായാലും ആളടിപൊളി കേട്ടോ, എന്നോട് ഭയങ്കര കാര്യമാണ്. എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിഷയമാണ്. ഓക്കെ മാറ്. ഇനി കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, നമുക്കിനി അവർക്കുള്ളത്. ഇപ്പം എൻ്റെ അടുത്ത പരിപാടി കുഞ്ഞുങ്ങൾക്കുള്ള സെർലാക്ക് കൊടുക്കലാണ്. അതിന് നമുക്ക് ആദ്യം ഒരു ഇച്ചിരി പൊടി ഇടാം, കാരണം ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. അവർ കുറേച്ചേ കഴിക്കുന്നുള്ളൂ. ഇന്നലെ ഒരു നേരം കഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണേ ഒഴിക്കണേ. ഇതിന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. അവർ ഒരു നേരെ ഇന്നലെ കഴിച്ചിട്ടുള്ളൂ, ഇന്നലെ തൊട്ടാ കൊടുത്തു തുടങ്ങി. അതുകൊണ്ട് ഒരുപാട് കലക്കി വേസ്റ്റ് ആകണ്ട. നല്ല വിലയാണ് ഈ അവരുടെ കുഞ്ഞുങ്ങളുടെ സെർലാക്കിന്, നമ്മൾ കാണുന്ന കണക്കല്ല. ഇത് ഇന്നലെ ഒരുപാട് വെള്ളമായിട്ടാണ് എടുത്തത്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതായിരുന്നു, ഒലിച്ചിറങ്ങിയായിരുന്നു. അന്നേരം ഇപ്പോൾ ഒരു നക്കി കുടിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. എന്താവുമെന്ന് നോക്കാം, കൊടുത്തു നോക്കാം. അവർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ലൂസാക്കാം. അല്ലാതെ
ആ ഒരു ലെവൽ, ഇന്നലത്തെ ആ ഒരു അവസ്ഥ ഇന്ന് പറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്, വേറൊന്നുമല്ല. നമുക്കിനി അവരുടെ അടുത്തോട്ട് പോയി ഇരിക്കാം. ഓരോരുത്തർക്കായിട്ട് നമുക്ക് കൊടുക്കാം. മടിയാണ്, പിന്നെ അത് എന്താവുമെന്ന് ഇനി കൊടുക്കുമ്പോൾ അറിയാം. നമുക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം മണിക്കുട്ടി എടുക്കാം. മണിക്കുട്ടി കുടിച്ചോ. കുടിക്കണ്ട്. കുടിച്ചോ. ഇങ്ങനെ കുടിക്കുന്നത് ഭയങ്കര ഉപകാരം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ കോരി കൊടുത്ത് നല്ല ടൈം വേസ്റ്റാവും, ഇരട്ടി പണിയാണ്. മതിയായോ? കുടിച്ചോ മണിക്കുട്ടിയെ. അവൾക്ക് മതിയായി. ഉള്ള വയറൊന്ന് നോക്കാം നമുക്ക്. കുഴപ്പമില്ല, അത്യാവശ്യം വയറ് നിറഞ്ഞ്. ഇത് രണ്ടാമത്തെ തവണയല്ലേ കുടിക്കുന്നേ അല്ലേ? അപ്പോൾ ഇത്രയും കുടിച്ചല്ലോ എൻ്റെ സുന്ദരി. അവള് കുടിച്ചിട്ടുണ്ട് ആവശ്യത്തിനില്ലേ? ഇല്ലടി മണിക്കുട്ടിയെ. ഇനി ഇവിടെ ആക്കിയിട്ട് നമുക്ക് അടുത്ത ആളെ എടുക്കാം. കുഞ്ഞാറ്റ എടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞാറ്റയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക്. കുടിക്കേ. കുഞ്ഞാറ്റയും കുടിക്കുന്നുണ്ട്. ഇച്ചിരി കട്ടി കൂടുതലായിരുന്നു, ഞാൻ ഇച്ചിരി കട്ടി കുറച്ചു ഇപ്പോൾ. കുഞ്ഞാറ്റ ഇവളുടെ അച്ഛൻ്റെ ആ ഒരു ടൈപ്പാണ് കേട്ടോ. കാരണം നമ്മുടെ ടെസയെ മേറ്റ് ചെയ്തത് ഷിറ്റ്സു ആയിട്ടാണല്ലോ. നമ്മുടെ എളമ്പൽ ഒരു ചേട്ടനുണ്ട്, വിഷ്ണു എന്ന് പറയുന്നത് ചേട്ടന്. പുനലൂർ പെറ്റ് ഷോപ്പൊക്കെ ഉള്ളതാണ്. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ പുനലൂർ മാൻഫിറ്റ് ജിമ്മിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന പെറ്റ് ഷോപ്പിലെ വിഷ്ണു ചേട്ടൻ്റെ വീട്ടിലാണ് ഒരു ഷിറ്റ്സു ഉള്ളത്. ഷിറ്റ്സുവിനെ മേറ്റ് ചെയ്യിക്കാൻ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകാം. ഞാൻ അതിനെ വെച്ചിട്ടാണ് നമ്മുടെ ടെസയെ മേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ലൈനേജിൽ ഇറങ്ങിയതാണ് ഇവള് കുഞ്ഞാറ്റ. കാരണം ഹൈറ്റ് ഇല്ല, ഒരുപാട് വെയിറ്റ് ഇല്ല. അസല് നമ്മുടെ ഷിറ്റ്സുവിൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ അങ്ങനെ. ഇനി ഹെയറിൻ്റെ കാര്യമുള്ളൂ അറിയേണ്ടുന്നത്. ഇത്രയേ ഉള്ളൂ രാവിലത്തെ ചെറിയ പരിപാടി. ചെറുതല്ല. ഇനി എൻ്റെ ചക്കരകൾക്ക് ഇച്ചിരി ആപ്പിളൂടെ കണ്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ ദോശയ്ക്ക് മാവിരിപ്പുണ്ട്, ദോശ ഇട്ട് ചമ്മന്തി ഇരിപ്പുണ്ട്, അതും കഴിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഓക്കെ, ബൈ.